ഗൈസ് ഒരു അറ മൊത്തത്തില് പണം അടുക്കി വെച്ചാൽ എങ്ങനെ ഇരിക്കും? പണത്തിന്റെ രൂപത്തിൽ സ്മാർട്ട് ഫോൺ ആണ് ഇവിടെ അടുക്കി വെച്ചേക്കുന്നത്. എൻ്റെ പൊന്നെ ഗൈസ്, ഇത്രയും സ്മാർട്ട് ഫോണുകൾ അടുക്കി വെക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പണം വേണ്ടി വരില്ലേ? എങ്കിൽ അങ്ങനെയൊന്നുമല്ല, ഇതൊക്കെ ചീപ്പ് റേറ്റ് വാങ്ങാൻ കിട്ടുന്ന സ്മാർട്ട് ഫോണുകളാണ്. ഇതിൽ OnePlus ഉണ്ട്, ഓപ്പോ ഉണ്ട്, വിവോ ഉണ്ട്. എല്ലാം ബ്രാൻഡഡ് ആണെങ്കിലും ബ്രാൻഡഡ് എന്ന് പറയാനേ പറ്റുള്ളൂ, അത്ര ബ്രാൻഡഡ് അല്ല. വിവോ ആയാലും എല്ലാം 8GB റാം, 256, 128 സ്റ്റോറേജ് ഒക്കെ നമുക്ക് പുഷ്പം ഏറ്റവും കുറഞ്ഞ വില 2000 രൂപയ്ക്ക് വരെ നമുക്ക് ഇതിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. ഇതൊക്കെ വന്നിട്ട് റീപർബിഷ്ഡ് സാധനമാണ്. എന്ന് വെച്ചാൽ എന്താന്ന് ചോദിക്കുന്നവരുടെ മുന്നിൽ ഞാൻ പറയും ഗൈസ്, ഇതൊക്കെ വന്നിട്ട് ഒരുമാതിരിപ്പെട്ട ഈ സ്പെയർ ആയിട്ട് നമുക്ക് ഇറക്കിയിട്ട് നമ്മൾ അതിനെ സെറ്റ് ചെയ്ത് ഒരു കുടിൽ വ്യവസായം പോലെ സെറ്റ് ചെയ്ത് നമ്മൾ ഈ പാവപ്പെട്ട ആൾക്കാരുണ്ടല്ലോ, ഈ കുറഞ്ഞ വിലയ്ക്ക് കൂടിയ സ്മാർട്ട് ഫോൺ എടുക്കാൻ വരുന്നവരുടെ ഫ്രണ്ടിൽ ഇതങ്ങ് എടുത്തിട്ട് കൊടുക്കും. അപ്പം എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ചാർജ് റാം എല്ലാം കണ്ട് പെട്ടെന്ന് വീണ് വാങ്ങിക്കും, നമുക്ക് വലിയൊരു ലാഭവും കിട്ടും. ഗൈസ്, ഇതൊക്കെ എത്ര നാൾ ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഒരു മാസം ഉപയോഗിച്ചാൽ ഉപയോഗിച്ചു. എത്രയും പെട്ടെന്ന് ഡിസ്പ്ലേ എല്ലാം കംപ്ലൈന്റ് വരാൻ സാധ്യതകളൊക്കെ ഉള്ള ഒരു സ്മാർട്ട് ഫോണാണ് ഈ സാധനം. ഏറ്റവും കുറഞ്ഞ ചിലവിൽ നമുക്കിതൊക്കെ വാങ്ങിക്കാൻ പറ്റും. പിന്നെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള സാധനമാണ് പോക്കോ F1. ഇതിലും ഉണ്ട് വ്യാജന്മാർ. ദാണ്ടെ കാണുമ്പോൾ ഫ്രഷ് ആയിട്ടും നല്ല ബോക്സ് സീൽഡ് പീസൊക്കെ ആയിരിക്കും. പക്ഷേ പുതുമയ്ക്ക് മാത്രമേ ഇങ്ങനെയുള്ളൂ, പഴമയ്ക്ക് ഇതൊക്കെ പഴയ സാധനം തന്നെയാണ്. ഒരു പുതുമ ഉണ്ടെന്നൊക്കെ ഉള്ളൂ. ഈ മിനിക്കടി ഉള്ളുപുഴുക്കടി എന്നുള്ള സാധനം പോലെയാണ് തന്നെയാണ് ഇതെല്ലാം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാം. ഏറ്റവും കുറഞ്ഞ ചിലവിൽ നല്ല ബാർഗിൻ ചെയ്ത് വില കുറച്ചേ വാങ്ങാവൂ. പറയുന്ന വിലയ്ക്കൊന്നും വാങ്ങിച്ചളയില്ല ഗൈസ്. പിന്നെ നിങ്ങൾക്ക് ചാനൽ ഏറ്റവും കൂടുതൽ നിങ്ങളെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് കാണുക. പിന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കാണുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.